ഇത് നമ്മുടെ പ്ലാത്തിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് കേട്ടോ. ഒരു 2-3 ചക്ക കൂടി കിടക്കുന്നുണ്ട്, ചെറുതാണ്. അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ട് വന്നിട്ടോ. അതിനുശേഷം ഇന്ന് അയലക്കറി വെക്കാനായിട്ടാണ് പോണത്. ആദ്യം തന്നെ അയല പൊരിക്കാനുള്ളതിൽ മസാലയൊക്കെ തേച്ച് വെച്ചു. അതിനുശേഷം കറി വെക്കാനുള്ളതിലേക്ക് അരപ്പൊക്കെ അരച്ച് ചട്ടിയൊക്കെ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് അരപ്പൊഴിച്ച് വെച്ചിട്ടോ. അതിനുശേഷം പച്ചമുളക് പറിക്കാനായിട്ട് പോയി. പച്ചമുളകും കറിവേപ്പിലയൊക്കെ പറിക്കാനായിട്ട് പോയിട്ടോ. കറിവേപ്പിലയൊക്കെ പറിച്ച് തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ഒരു സാധനം കണ്ടത്. നമ്മൾ നാട്ടിൽ പൂച്ചപ്പഴം എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്നൊന്ന് പറയണേ. ഇത് അവിടെ നിൽക്കുന്നത് കണ്ടത്. അതങ്ങനെ പറിച്ചെടുത്തിട്ട് പോന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്ക് പച്ചമുളകും കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്തിടണം. അതുപോലെ തന്നെ മീനും കൂടി ഇട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടോ. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചീര കട്ട് ചെയ്തെടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര. ഞാൻ നട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോമ്പായതുകൊണ്ട് തന്നെ ഒരുപാട് വളർന്നിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്താന്ന് വിചാരിച്ചു. മഴയായതുകൊണ്ട് തന്നെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തു. ഇന്നത്തെ ഉപ്പേരിക്കുള്ളത് ഞാൻ കട്ട് ചെയ്തങ്ങ് എടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കമ്പിനെ അവിടെ നിർത്തി. ഇനി നമുക്ക് അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ ചീരയൊക്കെ പൊട്ടിക്കാറാവും കേട്ടോ. അങ്ങനെ ഞാൻ ചീരയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വന്നു. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല തേങ്ങയൊക്കെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ടാണ് റെഡിയാക്കുന്നത്. അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചിരവിയിട്ട് പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചീരയിലേക്ക് ഇതുപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് വേവിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇതുപോലെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള അയല ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചീര കൂടി നമുക്ക് ഉപ്പേരിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. ചീരയൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ലഞ്ച് കഴിക്കാനായിട്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ലഞ്ചൊക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചു. അങ്ങനെ ഞാനും മക്കളും ഇക്കായും ഒക്കെ കൂടിയിട്ട് ലഞ്ച് കഴിച്ചിട്ടോ.